നമ്മളിന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട് പോകുന്നത് ഒരു LED ഡ്രൈവർ സർക്യൂട്ടാണ്. അപ്പോൾ ഇതുപോലെ 230 വോൾട്ട് AC-ന്ന് നമുക്ക് LED ബൾബുകൾ, കുറഞ്ഞ വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന LED ബൾബുകൾ വർക്ക് ചെയ്യുന്ന സർക്യൂട്ടാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന LED ബൾബുകൾക്കുള്ളിലൊക്കെ ഈ ഒരു സർക്യൂട്ട് തന്നെയാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു 1N4000 ഡയോഡ് 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ 4 എണ്ണം വെച്ചിട്ട് നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കിയെടുക്കണം. അതുണ്ടാക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ കറക്റ്റ് അങ്ങോട്ട് പിരിച്ചു കൊടുക്കണം. അപ്പോൾ 2 എണ്ണം നമ്മൾ ഇതുപോലെ അങ്ങോട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന 2 എണ്ണം ഉണ്ട്. അത് ഈ ഭാഗത്തിലൂടെ കറക്റ്റായിട്ട് വീഡിയോ നോക്കി നിങ്ങൾ റെഫർ ചെയ്തെടുക്കുക. ഈ ഒരു 4 ഡയോഡുകളും ഇതുപോലെയാണ് നമ്മൾ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ AC വോൾട്ടേജിനെ DC-യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ജോയിൻറ്റിലും നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ഒരു 474K400 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് കേട്ടോ. ഈ ഒരു കപ്പാസിറ്ററിലെ 2 ലെഗുകൾ തമ്മിൽ ഒരു 1 മെഗാ ഓം റെസിസ്റ്റർ തമ്മിൽ ഷോർട്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 1 മെഗാ ഓം കണക്ട് ചെയ്തു. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഈ ഒരു ഭാഗം AC കണക്ട് ചെയ്യുന്ന ഭാഗം ഇവിടെ സോൾഡർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ടൊരു 100 ഓമിൻ്റെ 10 ഓമിൻ്റെ ഒരു റെസിസ്റ്ററാണ് എടുത്തിട്ടുള്ളത്. 10 ഓംസിൻ്റെ റെസിസ്റ്റർ നമുക്ക് ഈ ഒരു ലെഗിലേക്കും സോൾഡർ ചെയ്തെടുക്കുക. ഇത് രണ്ടുമാണ് AC കണക്ട് ചെയ്യുന്നത്. നമുക്ക് DC-യിൽ വർക്ക് ചെയ്യുന്ന LED ബൾബിൻ്റെ പോസിറ്റീവ് വശം ഈ ഒരു ഭാഗത്തേക്കും നെഗറ്റീവ് ലീഡ് ഈ ഒരു ഭാഗത്തേക്കും സോൾഡർ ചെയ്തെടുക്കുക. ഇത് നമുക്കിത് AC-യിൽ കണക്ട് ചെയ്യാനായിട്ട് ഞാനൊരു AC പിന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്ലഗിൽ നിന്ന് കണക്ട് ചെയ്യുന്ന നമുക്ക് 10 ഓമിൻ്റെ റെസിസ്റ്ററിലേക്കും പിന്നെ നമ്മുടെ ഒരു കപ്പാസിറ്ററിൻ്റെ അടുത്ത ലെഗിലേക്കുമാണ് സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സർക്യൂട്ട്. നമുക്കിത് AC-ന്ന് നമുക്ക് ഈ ഒരു ബൾബ് ഡയറക്റ്റ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു LED-യിലൊന്നും നിങ്ങൾ ഡയറക്റ്റായിട്ട് ടച്ച് ചെയ്യരുത്. അവിടെയൊക്കെ ഷോക്ക് അടിക്കും കേട്ടോ. കാരണം ഇത് കപ്പാസിറ്റർ പവർ സപ്ലൈ ആണ്. അപ്പോൾ ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്.